ഹായ് ഫ്രണ്ട്സ്, കേരള കെട്ടിട നിർമ്മാണ നിയമത്തിലെ 4ാം എപ്പിസോഡാണ് ഈ വീഡിയോയിൽ. 3 എപ്പിസോഡുകൾ നിങ്ങൾ വാച്ച് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ പൊതുവായിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. എങ്കിലും വളരെ പ്രസക്തമായ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പാസ് ചെയ്തത്. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിന് വ്യക്തമായ മറുപടി തരുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ പോകാം. എൻ്റെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എൻ്റെ കൂട്ടുകാരെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ ഇനിയുള്ള എൻ്റെ ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. താങ്ക് യു. അപ്പോൾ ഇതില് 2016 സെൻട്രൽ ഗവൺമെന്റ് റിയൽ എസ്റ്റേറ്റ് ആക്ട് 2016 സെൻട്രൽ ഗവൺമെന്റ് ഒരു ആക്ട് ഉണ്ടാക്കി. ആ ആക്ടിന്റെ ബലത്തിൽ കേരള ഗവൺമെന്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളോടും യൂട്ടികളോടും പറഞ്ഞു എല്ലാവരും റിയൽ എസ്റ്റേറ്റ് നിയമങ്ങൾ ഉണ്ടാക്കണം, ചട്ടങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയ ചട്ടമാണ് കേരള റിയൽ എസ്റ്റേറ്റ് റൂൾസ് 2018 നിയമം വന്നു. അത് അങ്ങനെ 2019 ഒക്ടോബർ 5 റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി നിലവിൽ വന്നു. ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത് നന്ദൻകോട് സ്വരാജ് ഭവനിലാണ്. കൂടുതൽ നിങ്ങൾക്ക് അറിയണം, ഇത് ഒരു നിസ്സാരമായി കരുതേണ്ട സംഗതിയല്ല. 500 m², 500 m² മുകളിൽ ഉള്ള കെട്ടിടങ്ങൾക്കും അതുപോലെ 1/2 ഹെക്ടറിന് മേലെ വരുന്ന ലാൻഡ് സബ്ഡിവിഷനും റിയൽ എസ്റ്റേറ്റ് അതോറിറ്റിയിൽ പോകേണ്ടതായിട്ടുണ്ട്. ഇത് വലിയ ഒരു സംഗതിയാണ്, വളരെ നിസ്സാരമായി കാണേണ്ടതല്ല. നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടോ മറ്റോ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത് ഇപ്പം തന്നെ ഒരുപാട് ചെറുകിട റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിനും ഇത് ബാധിക്കുന്നതായിരിക്കും. ഇതിൽ ഓരോ പാർട്ടിയിൽ നിന്നും കളക്ട് ചെയ്യുന്ന 70% പണം അതോറിറ്റി അംഗീകരിച്ച ഒരു അക്കൗണ്ടിൽ നിക്ഷേപിച്ച് ആ അക്കൗണ്ടിലോട്ട് സ്പെൻഡ് ചെയ്യണം മുതൽ പല കാര്യം. പിന്നെ രജിസ്ട്രേഷൻ ഫീസ് അങ്ങനെയുണ്ട്. പിന്നെ ഇത് അതോറിറ്റി വന്നു കഴിഞ്ഞാൽ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി റിയൽ എസ്റ്റേറ്റ് ഏജന്റായി രജിസ്റ്റേർഡ് റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് മാത്രമേ അതിൽ ഏജന്റായി പ്രവർത്തിക്കാൻ കഴിയൂ. അതിനുവേണ്ടി 25,000 രൂപ കൊടുത്ത് രജിസ്ട്രേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന റൂൾസാണ് ഇത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സകലരെയും ഡയറക്റ്റായി ബാധിക്കുന്ന റൂളാണ്. ഇതിനെപ്പറ്റി കൃത്യമായി പഠിച്ചിരിക്കേണ്ടതും അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതുമാണ്. മറ്റൊരു സംഗതി കോസ്റ്റൽ റെഗുലേഷൻ CRZ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ CRZന്റെ പറയട്ടെ, കോസ്റ്റൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് 2019 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. പക്ഷേ 2019 നോട്ടിഫിക്കേഷനിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്തത് നിങ്ങൾക്കറിയാം. പക്ഷെ ഈ ആനുകൂല്യങ്ങളൊന്നും തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത് ഇതിലൊരു കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. കോസ്റ്റൽ മാനേജ്മെന്റ് പ്ലാൻ ഇതിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് 2011 വർഷത്തിലതാണ്. 2011 വർഷത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന 2011 വർഷത്തിലുള്ള നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ മാപ്പ് കൊണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് CRZ കടലിൽ നിന്നുള്ള 200 മീറ്റർ അകലം 50 മീറ്റർ നോ ഡെവലപ്മെന്റ് സോൺ അഥവാ NDZ എന്ന് പറയുന്നത് 50 മീറ്റർ ആക്കി കുറച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ പലരും വിചാരിക്കുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ 50 മീറ്റർ കഴിഞ്ഞാൽ നമുക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് ഇത് 500 മീറ്ററിന് ഉള്ളിലായിട്ട് വരുന്ന കെട്ടിടം നിർമ്മിക്കുന്നതിന് KCZMA പോയി കഴിഞ്ഞാൽ ഉടനെ കിട്ടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ CZMA
CZMP, അതായത് CZM പ്ലാനുകൾ നാളെ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി ഇത് തയ്യാറാക്കിയാലും പോരാ. തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ നോ ഒബ്ജക്ഷൻ സജഷൻ എടുത്തതിന് ശേഷം പിന്നെ അത് മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ മന്ത്രാലയത്തിൽ നിന്ന് അതിന് അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഈ പ്ലാന് നിലവിൽ വരികയും ആ പ്ലാന് നിലവിൽ വന്നതിന് ശേഷം മാത്രമേ 2019 നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ ആനുകൂല്യങ്ങൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ എന്നെ തന്നെ ഒരുപാട് ആളുകൾ സമീപിച്ചിട്ടുണ്ട്. ഇത് കിട്ടുമല്ലോ, പിന്നെന്താ നിങ്ങൾ ഇപ്പൊ 20 മീറ്ററിലെ പുഴയിൽ നിന്ന് വേണ്ടു, 50 മീറ്ററിലെ കടലിൽ നിന്ന് വേണ്ടു. ഞാൻ മനോരമയിൽ വായിച്ചല്ലോ. മനോരമയിൽ വായിച്ചത് ശരിയാണ്, ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത് ശരിയാണ്. പക്ഷേ നോട്ടിഫിക്കേഷനിൽ എടുത്ത് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി, ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അതാത് സംസ്ഥാന സർക്കാരുകൾ CZMP അഥവാ കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കേണ്ടതും ആ പ്ലാനുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ എന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CRZ ക്ലിയറൻസ് നമ്മുടെ വളരെ അടുത്ത് തന്നെ എത്തി നിൽക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ പരിസ്ഥിതിയിൽ നമുക്ക് വിഷമമാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ തീരദേശം, നീണ്ടു കിടക്കുന്ന തീരദേശം കഴിഞ്ഞാൽ കുറച്ചേ സ്ഥലമുള്ളൂ. അപ്പോൾ തീരദേശത്ത് വേണം വികസനം വരാൻ. അപ്പോൾ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് വളരെ പ്രതികൂലമായി ബാധിക്കുന്ന 2011 നോട്ടിഫിക്കേഷൻ അനുസരിച്ച് മാത്രമേ, അതായത് 2011 മാപ്പാണ് നിലവിലുള്ളത്. നോട്ടിഫിക്കേഷൻ അതുകൊണ്ട് തന്നെ ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ മാത്രമേ നിലവിൽ നമുക്ക് കിട്ടുമെന്നുള്ള ഒരു ദുരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഞാനിത് ഇപ്പോൾ KCZMA ഓഫീസിൽ നേരിട്ട് പോയി അന്വേഷിച്ചു. ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ഇതിനെപ്പറ്റി ശരിയായ ഒരു വിവരമില്ല. പക്ഷേ അവർ പറയുന്ന ഒരു 6 മാസം കൊണ്ട് വന്നേക്കാം. 6 മാസം കൊണ്ട് വന്നാലും ഇത് വന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതിന്റെ പ്രൊസീജിയർ അങ്ങനെയാണ്. ഇത് വീണ്ടും ഒബ്ജക്ഷൻ സജഷൻസിന് വേണ്ടി പൊതുജനങ്ങൾ മുമ്പാകെ സമർപ്പിക്കേണ്ടതും പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതും ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ MOEFNCCക്ക് അയച്ച് അപ്രൂവൽ വാങ്ങിയതിന് ശേഷം നമുക്ക് ഈ ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ പറ്റും. അപ്പോൾ എന്തെന്നാലും സമീപ ഭാവിയിൽ തന്നെ നമുക്ക് കോസ്റ്റൽ സോൺ CRZന്റെ കുറച്ച് ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. പിന്നെ ഡിസ്ട്രിക്ട് ലെവൽ ഇത് ഇപ്പോൾ ഇത് കൂട്ടത്തിൽ ലൈസൻസുകൾ ഉണ്ടെങ്കിലോ ബിൽഡർമാർ ലൈസൻസുകൾ ഉണ്ടെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഇപ്പോൾ ഈ KCZMA എന്ന് പറയുന്ന കേരളത്തിലെ തിരുവനന്തപുരത്തുള്ള ഈ സ്ഥാപനത്തിൽ പോകേണ്ട ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഡിസ്ട്രിക്ട് ലെവലിൽ ഇപ്പോൾ അനുമതി നൽകുന്നുണ്ട്. എന്നാൽ അത് എടുത്തു കളയാൻ പോവുകയാണ്. ഈ പുതിയ 2019 KMPRും KPPRും വന്നതോടുകൂടി കളയാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് എടുത്തു കളയുന്നത് വെച്ചാൽ ഇതിലൊരു ക്ലോസ് വെച്ചിട്ടുണ്ട്. 300 m² വരെയുള്ള CRZൽ പെടുന്ന സംഗതികൾക്ക് ലോക്കൽ ബോഡിക്ക് തന്നെ കൊടുക്കാവുന്നതാണ്. അപ്പൊ ലോക്കൽ ബോഡിക്ക് കൊടുക്കണമെങ്കിൽ ലോക്കൽ ബോഡിയും അക്കോർഡിംഗ് ടു നോട്ടിഫിക്കേഷൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിലെ പ്രൊവിഷൻസ് അനുസരിച്ചേ കൊടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ലോക്കൽ ബോഡിക്ക് കൊടുക്കാം. പക്ഷെ ലോക്കൽ ബോഡിക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ CZM പ്ലാൻ വന്നതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റൂ. അതുവരെ 2011 നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ജില്ലാ ടൗൺ പ്ലാനറാണ് ആ കമ്മിറ്റിയുടെ കൺവീനർ. ഡിസ്ട്രിക്ട് കളക്ടർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് ഇത് നോക്കുന്നത്. അവര് 100 ആ ഒരു ചെറിയൊരു സൂചനയും കൂടി അതിന്റെ സമയം പോകുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ 100 മീറ്റർ വരെ ഉള്ള സ്ഥലങ്ങളിൽ റിപ്പയറുകളും കാര്യങ്ങളും നടത്താം. 100 മീറ്റർ വരെയുള്ള റിപ്പയർസ് നടത്താം. 100 മുതൽ 200 വരെയുള്ള സ്ഥലത്ത് 100 m². അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. 100 അതായത് കടലിന്റെ ഹൈറ്റൈഡ് ലൈനിൽ നിന്നും 100 മീറ്റർ അകലം മുതൽ 200 മീറ്റർ അകലം വരെയുള്ള സ്ഥലത്ത് 100 m² വരെയുള്ള വീടുകൾ മാത്രം കൊടുക്കാം. അതിനുള്ള ഒരു കണ്ടീഷൻ ഈ കെട്ടിട ഉടമ ആരായിരിക്കണം? തദ്ദേശവാസിയായിരിക്കണം, അതല്ലെങ്കിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയായിരിക്കണം. ഈ തദ്ദേശവാസിയായിരിക്കണം എന്ന് പറയുന്നതിന് നിസ്സാരമായ ഒരു സംഗതിയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അത് കിട്ടും. പിന്നെ ഈ 200 മീറ്ററിന് പുറത്ത് 500 മീറ്ററിനുള്ളിലായി 250 m² വരെയുള്ളതും ജില്ലാ ടൗൺ പ്ലാൻ കൺവീനറായിരിക്കുന്ന ഈ ഡിസ്ട്രിക്ട് കമ്മിറ്റിക്ക് ഇപ്പോൾ കൊടുക്കാം. ഈ ആനുകൂല്യം അടുത്ത് തന്നെ എടുത്തു കളയുന്നതായിരിക്കും. മറ്റേ മാപ്പ് പ്ലാൻ വരുന്നതോടുകൂടി പിന്നെ ലോക്കൽ ബോഡി തന്നെ നോക്കിയിട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും.
ഈ 250 മേലോട്ട്, അതായത് 250 മുകളിൽ ബിൽട്ടപ്പ് ഏരിയയുള്ള കെട്ടിടങ്ങളാണെങ്കിൽ KCZMAക്ക് തന്നെ പോകേണ്ടതുമാണ്. ഈ കേരളത്തിൽ ആകെ ഒരൊറ്റ ഓഫീസേ ഉള്ളൂ KCZMAക്ക്. അത് പ്രവർത്തിക്കുന്നത് തമ്പാനൂരിൽ KSRTC കോംപ്ലക്സിലാണ്, 4ാം നിലയിൽ. ഇതിപ്പോ പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല, എന്നാലും പറയണമെങ്കിൽ ഇപ്പൊ പുതുതായിട്ടുണ്ട് ഒരു സൂചന തരാം. അതായത് ഇപ്പോൾ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂളിലും പഞ്ചായത്ത് ബിൽഡിംഗ് റൂളിലും എക്സംഷൻ വീണ്ടും വന്നിട്ടുണ്ട്. എക്സംഷൻ കുറച്ച് പ്രായമുള്ള കൂട്ടർക്കെല്ലാം അറിയായിരിക്കും എന്താണ് എക്സംഷൻ. 1984 KBRലായിരുന്നു എക്സംഷൻ ഉണ്ടായിരുന്നത്. റൂൾ 5 പ്രകാരം പല സംഗതികൾക്കും എക്സംഷൻ കൊടുത്തിരുന്നു. പക്ഷേ അത് വ്യാപകമായതിനെ ഹൈക്കോടതി ചോദ്യം ചെയ്യുകയും ഏതോ ഒരു പബ്ലിക് ലിറ്റിഗേഷൻ വരികയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇത് തെറ്റായ ഒരു നടപടിക്രമമാണെന്ന് പറയുകയും അത് ഗവൺമെന്റിനെ അറിയിക്കുകയും അങ്ങനെയാണ് എക്സംഷൻ എടുത്തു കളഞ്ഞത്. ഇപ്പോൾ നാമമാത്രമായ രീതിയിൽ എക്സംഷൻ കൊടുക്കാമെന്ന് തീരുമാനം വന്നിട്ടുണ്ട്. അപ്പൊ അതിന് എക്സംഷൻ കൊടുക്കണമെങ്കിലുള്ള ഫീസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പരമാവധി 20,000 രൂപയെ ഫീസുള്ളൂ. ചെറിയ 100 സ്ക്വയർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് തീരെ വേണ്ട. ബാക്കിയുള്ളതിലെല്ലാം 1000, 2000, 10,000 എന്നുള്ള തോതിൽ ഫീസ് അടക്കണം. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, അസാഡസ് ബിൽഡിംഗ്, മൾട്ടിപ്ലക്സ്, ഇത് 3നും യാതൊരു എക്സംഷനും ബാധകമല്ല. പിന്നെ ഈ പറയുന്ന സെറ്റ് ബാക്ക്, ഗ്രൗണ്ടിൽ തന്നെ സെറ്റ് ബാക്ക് വെക്കണം. ഞാൻ ഒരു ചെറിയൊരു കാര്യം, ബിൽഡിംഗ് റൂളിന്റെ കാര്യത്തിലേക്ക് നമ്മൾ ഉള്ളോട്ട് കടന്നു ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയം പോയി പോകും. അപ്പൊ എന്നാൽ ഇതൊരു പറയാം, എന്നാൽ നമ്മൾ നേരത്തെ 10 മീറ്ററിന് മേലോട്ട് വരുന്ന കെട്ടിടങ്ങൾക്ക് സെറ്റ് ബാക്ക് കൊടുക്കുമ്പോൾ ആ കെട്ടിടം 10 മീറ്റർ ലെവലിൽ വെച്ച് ഉള്ളോട്ട് വലിച്ചു വെക്കാന്നുള്ളത് ഇപ്പൊ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ എടുത്തു കളഞ്ഞ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ എക്സെപ്ഷൻ കിട്ടൂല, അതും കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ FSI, ആക്സസ്, ലേഔട്ട് അപ്രൂവൽ, ലാൻഡ് സബ്ഡിവിഷൻ, പ്ലോട്ട് ഡെവലപ്മെന്റ്, ഇത് നമ്മളെ ബാധിക്കുന്ന സംഗതി. അപ്പൊ നമ്മളിപ്പോ ലാൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് ഒരു വലിയ പ്ലോട്ട് ചെറു പ്ലോട്ടുകളാക്കുന്നതിൽ ഇപ്പൊ റോഡിന് സ്പ്ലേ കൊടുക്കുന്നത് 2.7 മീറ്റർ റേഡിയസിലുള്ള സ്പ്ലേ കൊടുക്കണം. റോഡിന്റെ വീതി 5 മീറ്റർ അല്ല, അത് 490 ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരണ്ട, നിങ്ങൾക്ക് എക്സെപ്ഷൻ കിട്ടൂല എന്ന് തന്നെയാണ് ആ പറഞ്ഞിട്ടുള്ളതിന്റെ സാരം. പിന്നെ മറ്റ് ചില കാര്യങ്ങളും കൂടി, ലിഫ്റ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, ഫയർ എസ്കേപ്പിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷന്റെ കാര്യത്തിലില്ല, PEC പ്രൊവിഷൻസ് ഇല്ല, പ്രൊവിഷൻ ഫോർ ഇതിലൊന്നും തന്നെ ഒരു വിട്ടുവീഴ്ചയില്ല. പിന്നെ ഈ പറയുന്ന ചാപ്റ്ററുകൾ ഓരോന്നിനും, ഹൈറൈസ് ബിൽഡിങ്ങിനെ ഞാൻ നേരത്തെ പറഞ്ഞു, സോളാർ. ഇപ്പം പുതിയ ഒരു കാര്യം വന്നിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഫ്ലാറ്റുകൾക്കെല്ലാം തന്നെ 2000 സ്ക്വയറിന് മേലെ വരുന്നുണ്ടെങ്കിൽ, 500 സ്ക്വയറിന് മേലെ വരുന്നുണ്ടെങ്കിൽ സോളാർ അസിസ്റ്റഡ് വാട്ടർ ഹീറ്റർ സിസ്റ്റം എല്ലാം പ്രൊവൈഡ് ചെയ്യണമെന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇതുവരെ നമുക്ക് പരിചയമില്ലാതെ ചില കാര്യങ്ങളെല്ലാം ഈ പ്രാവശ്യത്തെ ബിൽഡിംഗ് റൂളിൽ വന്നിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോ ഞാൻ കുറച്ചൊരു സ്പീഡാക്കി. ഏതായാലും ഇങ്ങനെ നിങ്ങളോട് സംവദിക്കാനൊരു അവസരം തന്ന പ്രൊഫസർ CEO ശ്രീ MK നൗഫൽ അവരോടും, അതുപോലെ പ്രൊഫസറിൻ്റെ മാനേജ്മെന്റ് അംഗങ്ങളോടും എല്ലാവരോടും അതുപോലെ ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങളോട് എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.